നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഖത്തറിൽ മാസ്ക് നിർബന്ധമാക്കിയുള്ള സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാത്തതിന് 150 പേർക്കെതിരെ നടപടി. ഇതിനു പുറമെ മൊബൈൽ ഫോണുകളിൽ ഇഖ്തിറാസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തതിന് 2 പേരെയും പിടികൂടി. ഇവരെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി ആഭ്യന്തര മന്ത്രാലയം അധികൃതർ അറിയിച്ചു. രാജ്യത്ത് കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിക്കൊണ്ടുള്ള ക്യാബിനറ്റ് തീരുമാനത്തിന് അനുസൃതമായാണ് നടപടി സ്വീകരിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. അടച്ചിട്ട പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് തുടരണമെന്നാണ് നിലവിലെ നിർദ്ദേശം. അതേസമയം തുറസായ പൊതുസ്ഥലങ്ങളിൽ ഇപ്പോൾ മാസ്ക് നിർബന്ധവുമില്ല. എന്നാൽ പ്രത്യേകമായി സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ മാസ്ക് ധരിക്കണം. ഇതിനു പുറമെ പള്ളികൾ, സ്കൂളുകൾ, യൂണിവേഴ്സിറ്റികൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിലും മാസ്ക് നിർബന്ധമാണ്. കോവാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകി ബഹ്റൈൻ നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി. കോവാക്സിന്റെ ഫലപ്രാപ്തി സംബന്ധിച്ച് നിർമ്മാതാക്കളായ ഭാരത് ബയോടെക് നൽകിയ ഔദ്യോഗിക വിവരങ്ങൾ പരിശോധിച്ച ശേഷമാണ് നാഷണൽ ഹെൽത്ത് അതോറിറ്റി ഇക്കാര്യം അറിയിച്ചത്. നാഷണൽ ഹെൽത്ത് അതോറിറ്റിയുടെ കീഴിലുള്ള ക്ലിനിക്കൽ ട്രയൽസ് കമ്മിറ്റി, ബഹ്റൈൻ ആരോഗ്യ മന്ത്രാലയത്തിലെ ഇമ്മ്യൂണൈസേഷൻ കമ്മിറ്റി എന്നിവരാണ് ഈ വിവരങ്ങൾ പരിശോധിച്ചത്. 26,000-ലധികം പേരിൽ പരീക്ഷണം നടത്തിയ ശേഷമാണ് വാക്സിന് അംഗീകാരം നൽകിയത്. കുവൈത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ കുറഞ്ഞു. കോവിഡ് കാലത്തെ ടിക്കറ്റ് നിരക്കുകളെ അപേക്ഷിച്ച് 50 മുതൽ 60% വരെയാണ് കുറഞ്ഞത്. കുവൈറ്റിലെ മൊത്തം യാത്രയിൽ വലിയൊരു പങ്ക് ഫിലിപ്പീൻസിൽ നിന്നും ഇന്ത്യയിൽ നിന്നും വരുന്ന ഗാർഹിക തൊഴിലാളികളുടെ യാത്രകളും ഉംറ യാത്രകളുമാണെന്ന് ഫെഡറേഷൻ ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ ഓഫീസുകളുടെ ഡയറക്ടർ ബോർഡ് അംഗവും യൂണിയൻ മീഡിയ കമ്മിറ്റി തലവനുമായ ഹുസൈൻ അൽ സുലൈത്തൻ പറഞ്ഞു. ഒമാനിൽ ബൂസ്റ്റർ ഡോസായി ഫൈസർ വാക്സിൻ നൽകുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 65 വയസ്സ് കഴിഞ്ഞവർ, 50 വയസ്സിന് മുകളിലുള്ള ആരോഗ്യ പ്രവർത്തകർ, കടുത്ത ആരോഗ്യ പ്രശ്നമുള്ളവർ, പ്രമേഹ, രക്തസമ്മർദ്ദ രോഗികൾ എന്നിവർക്ക് രണ്ടാമത്തെ ഡോസ് സ്വീകരിച്ച് 8 മാസം കഴിഞ്ഞാൽ ബൂസ്റ്റർ ഡോസ് എടുക്കാം. കുവൈറ്റ് എയർവേസ് സെപ്റ്റംബറിൽ 5 ദശലക്ഷം ദിനാർ ലാഭമുണ്ടാക്കിയതായി മാനേജ്മെന്റ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2019 സെപ്റ്റംബറിൽ 10 ദശലക്ഷം ദിനാർ നഷ്ടമുണ്ടാക്കിയ സ്ഥാനത്താണ് ഇത്. കഴിഞ്ഞ വർഷം കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് സർവീസുകൾ നിലച്ചതിനാൽ കനത്ത നഷ്ടം നേരിട്ടിരുന്നു. കോവിഡ് സാഹചര്യം മെച്ചപ്പെട്ട് വിമാന സർവീസുകൾ സജീവമായത് ഈ വർഷം ഓഗസ്റ്റ് മുതലാണ്. ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിലെ സൈബർ സെക്യൂരിറ്റി വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വ്യക്തമായി അറിയാത്ത ഷോപ്പിംഗ് വെബ്സൈറ്റിലൂടെ പണം അയച്ച് സാധനങ്ങൾക്ക് ഓർഡർ ചെയ്ത് പണം നഷ്ടപ്പെടുത്തരുത് എന്നാണ് പ്രധാന നിർദ്ദേശം. പൊതു വൈഫൈ കണക്ഷൻ ഉപയോഗിച്ച് ഇത്തരം ഇടപാട് നടത്തരുത്. അറിയാത്ത വെബ്സൈറ്റുകൾക്ക് വൻതുക അയക്കരുത്. വിശ്വാസ്യതയുള്ളതാണെന്ന് ഉറപ്പുവരുത്തണം. സംശയം തോന്നുന്ന രീതിയിൽ അതിശയിപ്പിക്കുന്ന ഓഫറുകളുമായി എത്തുന്ന സൈറ്റുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. 51ാമത് ദേശീയ ദിനം ആഘോഷിക്കാനൊരുങ്ങി ഒമാൻ. രാജ്യം സാമ്പത്തിക പുരോഗതിയിലേക്ക് നീങ്ങുന്നതും കോവിഡ് പ്രതിസന്ധി അവസാനത്തിലേക്ക് എത്തുന്നതുമാണ് ആഘോഷം കൊഴുപ്പിക്കാൻ കാരണമാകുന്നത്. രാജ്യത്ത് നിലവിലെ തണുപ്പ് നിറഞ്ഞ അനുകൂല കാലാവസ്ഥയും ആഘോഷത്തിന് ശക്തി പകരും. ദേശീയ ദിനാവധി ഈ മാസം അവസാനമാണെങ്കിലും നാടും നഗരവും ആഘോഷത്തിരക്കിലേക്ക് നീങ്ങുകയാണ്. ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ തെരുവുകളിലെ അലങ്കാര വിളക്കുകൾ വ്യാഴാഴ്ചയാണ് മിഴി തുറക്കുക. വ്യാഴാഴ്ച അൽ അമിറാത്ത്, അൽ ഖുദ്, സലാല എന്നിവിടങ്ങളിൽ വെടിക്കെട്ടടക്കമുള്ള ആഘോഷ പരിപാടികളും അരങ്ങേറും. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.